الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته ليس كمثله شيء وهو السميع البصير اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഏറ്റവും ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ കൽബറിയുന്ന, നമ്മുടെ മനസ്സറിയുന്ന, നമ്മോട് ഏറെ സ്നേഹമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഫുകളിൽ ഒരുപാട് വിളവ് കാണുന്നുണ്ട്. പിറകിലിരിക്കുന്ന ശാരീരിക അസ്വസ്ഥത ഇല്ലാത്ത ആളുകളൊക്കെ സഫിലേക്ക് കയറിയിരിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് നമ്മൾ അതിൻ്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുവാനിരിക്കുന്ന സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നമ്മൾ ചെയ്ത എല്ലാ ഇബാദത്തുകളും, നമ്മുടെ നോമ്പും തറാവീഹ് നമസ്കാരങ്ങളും സ്വതക്കകളും സകാത്തുകളും എല്ലാം നല്ല അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശ്വാസികളെ, വിശ്വാസിനികളെ, ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ധന്യമാക്കേണ്ടുന്ന ദിവസങ്ങളാണ്. അഥവാ വിശ്വാസികളായ നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഒന്നുകൂടി ഇറങ്ങിത്തിരിക്കേണ്ടുന്ന ദിവസങ്ങളാണ്. ഏറെ പ്രത്യേകതകൾ പഠിപ്പിച്ച അവസാനത്തെ 10ലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രീതികളെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ അവർ പറയുകയാണ്, കാന ഇദാ ദഖലൽ അശ്ർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചാൽ അഹ്യൽ ലൈല,
മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയെ ജീവിപ്പിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ പറഞ്ഞാൽ? അഥവാ രാത്രി നമസ്കാരം കൊണ്ടും ഖുർആൻ പാരായണങ്ങൾ കൊണ്ടും ഇഅ്തികാഫിരുന്നു കൊണ്ടും സൽക്കർമ്മങ്ങളിലൂടെ ആ രാത്രിയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിപ്പിക്കും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വശദ്ദ മിഹ്സറഹു, സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഉടുമുണ്ടിനെ മുറുക്കിയെടുക്കും. അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അദ്ദേഹം വിളിച്ചുണർത്തും. 3 കാര്യങ്ങളാണ്. ഒന്ന്, രാത്രിയെ ജീവിപ്പിക്കും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുണ്ട് മുറുക്കിയെടുക്കും. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെയും വിളിച്ചുണർത്തും. പ്രിയപ്പെട്ടവരെ, മുണ്ട് മുറുക്കിയെടുക്കുമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം 2 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ഒന്ന്, ഭാര്യമാരിൽ നിന്ന് പരിപൂർണമായി ലൈംഗിക ബന്ധത്തിൽ നിന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറി നിൽക്കുന്ന ഒരു അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു പണിക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മൾ ഒരുങ്ങുന്ന ഒരു ഒരുക്കണ്ടല്ലോ, ആ ഒരു ഒരുക്കം പോലെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10 സജീവമാകും. മാത്രമല്ല അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹം വിളിച്ചുണർത്തും. തന്റെ ഭാര്യയെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ അദ്ദേഹം വിളിച്ചുണർത്തുമെന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനാൽ വിശ്വാസികളെ, ഈ 3 കാര്യങ്ങളും നമ്മളും ശ്രദ്ധിക്കുക. ഇനി അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ മുമ്പായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, കഴിയുന്ന രൂപത്തിൽ സ്വതക്കകൾ നൽകുക എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്ത് ഈ ഒരു വിഷയത്തിൽ ഏറെ താല്പര്യമുള്ള ആളുകളായിരുന്നു. സ്വതക്ക എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവ് വരുത്തുകയില്ല. പല ആളുകൾക്കുമുള്ള പ്രയാസം, പല ആളുകളുടെയും പിടിച്ചു വെക്കുന്ന എന്താ പ്രിയപ്പെട്ടവരെ, ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ്. ഒരിക്കലും ആ ഒരു പേടി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ട. അത് വളരെ ഭംഗിയായി കൊണ്ട് മഹാനായ ഇബ്നു ഉസൈമി റഹ്മഹുള്ളയുടെ ചില വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ്, ഇദാ അറാദൽ ഇൻസാനു അയ്യതസദ്ദഖ, ഒരു മനുഷ്യനെങ്ങാനും സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് പിശാച് പറയും, ലാ തസദ്ദഖ്, നീ കൊടുക്കണ്ടട്ടോ, നീ സ്വതക്ക കൊടുക്കണ്ടട്ടോ, നിന്റെ സമ്പത്തിൽ അത് കുറവ് വരുത്തും. സ്വതക്കൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഉള്ളതൊക്കെ കൊഴിഞ്ഞു പോകും, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും, നിനക്കൊന്നും ഉണ്ടാകൂല എന്ന് പിശാച് അവനോട് പറയും. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ബിറനാ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചെന്താ പ്രിയപ്പെട്ടവരെ, ബി അന്ന സ്വദഖത ലാ തൻഖുസുൽ മാൽ, ആ സ്വതക്ക നീ കൊടുത്താൽ അത് പള്ളിക്കാകട്ടെ, മദ്രസക്കാകട്ടെ, മറ്റുള്ള ഏത് സംരംഭങ്ങളിലേക്കാകട്ടെ, നീ അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ സമ്പത്തിൽ അത് കുറവ് വരുത്തുകയില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ശൈത്താൻ പഠിപ്പിച്ചതോ, കൊടുക്കണ്ട, കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സമ്പത്തിൽ കുറവ് വരുത്തും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിലൂടെ നമുക്ക് സജീവമാകാൻ കഴിയണം. നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അല്ലാഹുവിന്റെ ഭവനമായി പള്ളി, പ്രിയപ്പെട്ടവരെ, ഈ മിമ്പർ പോലും ഇന്ന് പുതിയതായി കൊണ്ടുള്ളൊരു മിമ്പറാണ്. ഇത് നിർമ്മിച്ചു കൊടുത്ത് ഇതിനു വേണ്ടി സംവിധാനം കാണിച്ച, ഇതിനു വേണ്ടി പണം ചെലവഴിച്ച വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും അദ്ദേഹത്തിന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. അതൊരു സ്വതക്കത്തുൻ ജാരിയയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്തു തീർക്കുവാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മദ്രസ. വിശ്വാസികളെ, ഒരു കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസത്തിന് എത്ര പ്രശസ്തമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, എത്ര പ്രശസ്തിയുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന
അറിയാവുന്ന കാര്യമാണ്. ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ്? എല്ലാ മക്കളും ലഹരിക്കടിമപ്പെട്ടു പോകുന്നു, എല്ലാ മക്കളും വഴിപിഴച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വഴിപിഴച്ചു പോയി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭങ്ങളിലൂടെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് നമ്മുടെ മക്കളെ കാണിക്കുന്ന ഒരു സംവിധാനമാണ് പ്രിയപ്പെട്ടവരെ മദ്രസ എന്നുള്ളത്. അവിടെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. അവിടെ അദ്കാറുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള കടമകളെ വിശദീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. മക്കൾക്കും മാതാപിതാക്കൾക്കും ഇടയിലുള്ള ബന്ധത്തെ സുദൃഢമാക്കുവാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ സംരംഭമാണ് മദ്രസ. നമ്മുടെ മദ്രസ ഇവിടെ നിലവിലുണ്ട്, പക്ഷേ അതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയതോ പരിശുദ്ധമായ റമദാനിലാണ്. സ്വതക്ക നൽകാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഹായിക്കാൻ, പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ദീനിനെ നിലനിർത്താൻ പറ്റുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ ഭാരവാഹികൾ നിങ്ങളെ പേഴ്സണലായിട്ട് കാണും, ഓരോ വ്യക്തികളെയും വന്ന് കാണും. അള്ളാന്റെ മാർഗത്തില് അകവഴിഞ്ഞുകൊണ്ട് സഹായിക്കുവാൻ ഈ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളതാണ്. മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഒരു ഖുദ്സിയായ ഹദീസാണ്. ഖാല അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് യാ ഇബ്ന ആദം, ആദമിന്റെ പുത്ര, നീ ചിലവഴിക്കുക. നിനക്ക് സമ്പത്ത് നൽകിയത് ഞാനാണ്, നിന്നെ ധന്യനാക്കിയത് ഞാനാണ്, നിന്നെ സമ്പത്തിന്റെ മൂർധാവന്യാവസ്ഥയിലേക്ക് എത്തിച്ചത് ഞാനാണ്. അതുകൊണ്ട് നീ ചെലവഴിക്കുക, എങ്കിൽ അലൈക, നിന്റെ മേൽ ചിലവഴിക്കപ്പെടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് അതൊരു പരീക്ഷണം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഒരു പരീക്ഷണം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുവാനുള്ള വിശാലമായ ഒരു മനസ്സാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകേണ്ടത് എന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക, സ്വതക്കയുടെ വിഷയം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഇഅ്തികാഫിരിക്കുക എന്നുള്ളത്, അഥവാ ഭജനമിരിക്കുക, അഥവാ അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പൊരുത്തവും അള്ളാഹുവിന്റെ സാമീപ്യവും ഉദ്ദേശിച്ച് പള്ളിയിൽ കഴിച്ചുകൂടുന്നതിനാണല്ലോ ഇഅ്തികാഫ് എന്ന് പറയുക. പലപ്പോഴും ഇഅ്തികാഫിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾ പള്ളിയിലേക്ക് വരും. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭൗതികപരമായി കൊണ്ടുള്ള ചർച്ചകളാണ്, മറ്റുള്ള വിഷയങ്ങളാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ഇതൊക്കെയായിരിക്കണം പ്രിയപ്പെട്ടവരെ ആ ഇഅ്തികാഫിലൂടെ നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ഒരു കാര്യം എന്നുള്ളത് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ 10ലേക്ക് കടക്കാൻ നിൽക്കുന്ന സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അങ്ങേയറ്റം ശുക്ർ ചെയ്ത്, നന്ദി ചെയ്ത്, പടച്ചോനെ ഇത്രയും ദിവസം നീ എന്നെ ആരോഗ്യത്തോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവസാനത്തെ 10ലേക്ക് കൂടി എന്നെ നീ എത്തിക്കണമേ എന്നുള്ള പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി വരേണ്ടുന്ന സമയമാണ്. ആലോചിച്ചിട്ടുണ്ടോ നമ്മള്? ചിന്തിച്ചിട്ടുണ്ടോ നമ്മള്? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ലൈലത്തുൽ ഖദ്റിനെ സുന്ദരമായ രൂപത്തിൽ നമുക്കത് വിശദീകരിച്ചിരുന്നുണ്ട്. അല്ലാഹ് പറയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, നിശ്ചയം നാം ഈ പരിശുദ്ധ ഖുർആനിനെ നിർണയത്തിന്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലാഹ് പറയാണ്, പ്രിയപ്പെട്ടവരെ, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, നബിയേ ആ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് എന്തറിയാം?
എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവാണത്. ആ രാവിന്റെ പ്രത്യേകത എന്താണ്? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അന്ന് മലായികത്തുകൾ ഇറങ്ങി വരും. ആ മലായികത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അർ-റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ആ റബ്ബിന്റെ കൽപ്പന പ്രകാരം ഇറങ്ങി വരുന്നതാണ്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതമെത്തുമ്പോൾ വരെയും അത് ശാന്തമായ സമയമാകുന്നു, സമാധാനമുള്ളതാകുന്നു. ഖേദകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ആയത്തിനെ പല ആളുകളും വളച്ചൊടിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഇവിടെ തനസ്സലുൽ മലായികതു വറൂഹ് എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് മലക്കുകളും ഇറങ്ങി വരും. അതോടൊപ്പം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ ഉമ്മയാകട്ടെ, ഉപ്പയാകട്ടെ, മക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, നമുക്ക് പ്രിയപ്പെട്ട ആളുകളാകട്ടെ, അവരുടെയൊക്കെ റൂഹ് ഇറങ്ങി വരുന്ന ദിവസമാണ് എന്ന് തെറ്റായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് 27-ാം രാവിന് പ്രത്യേക പേര് പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അതൊരു പ്രത്യേകമായി കൊണ്ട് കാണുന്ന ആളുകൾ. ഭക്ഷണം കൊടുക്കണതിനല്ല പ്രിയപ്പെട്ടവരെ പ്രശ്നം. ഭക്ഷണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ സന്തോഷത്തോടു കൂടി കഴിക്കും, കുഴപ്പമില്ല. പക്ഷെ ദീനിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ടാകും. ദീന് പഠിപ്പിച്ചതായിരിക്കണം. ദീന് പഠിപ്പിക്കാത്ത കാര്യത്തിലൂടെ കടന്നു പോയാൽ പരലോകമാണ് നഷ്ടം, ഇഹലോകമല്ല, പരലോകമാണ് നമുക്ക് നഷ്ടപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ലൈലത്തുൽ ഖദറിന്റെ സമയം നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുകയും പ്രത്യേകിച്ച് ഹദീസിൽ വന്ന ചില രാവുകളെ നമുക്ക് കാണുവാൻ കഴിയും. ഒറ്റ രാവുകളെ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക. 21, 23, 25, 27, 29 ഇങ്ങനെ ഒറ്റ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, എന്തായാലും അവസാനത്തെ 10-ലാണ് നമ്മൾ അതിനെ പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരാനുണ്ടായ കാരണം, ഇങ്ങനെ 21, 23 ഇങ്ങനെ ഒറ്റ രാവുകളിൽ വരാനുള്ള കാരണം മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുകയാണ്, കഅന്ന ഹാദാ ഇൻദി വല്ലാഹു അഅലം, എനിക്ക് ഈ വിഷയത്തിൽ മനസ്സിലാകുന്നത് അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുജീബു അലാ നഹ്വി മാ യുസ്അല അൻഹു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് വന്ന് ചോദിക്കുമ്പോൾ ആ സ്വഹാബത്തിന് അനുസരിച്ചുകൊണ്ടുള്ള മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് കൊണ്ടാകാം ഇങ്ങനെ വന്നിട്ടുള്ളത്. ഏതുപോലെ ഒരു സഹാബി വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാൻ, റസൂലേ എപ്പോഴാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ 21-ന് പ്രതീക്ഷിച്ചു. അപ്പൊ വേറെ സഹാബി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞു, ഇതുകൊണ്ടാകാം ഇങ്ങനെ വന്നിരിക്കുന്നത് എന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് വിശദീകരിച്ചു തരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇതുമായി വന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജാബിറു ഫിൽ അസ്രിൽ അവാഖിർ മിൻ റമദാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ 10-ൽ ഈ രാത്രിയെ പ്രത്യേകം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുമായിരുന്നു. വയഖൂൽ, അവിടുന്ന് പറയുമായിരുന്നു, തഹറൗ ലൈലത്തുൽ ഖദർ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ അന്വേഷിക്കുക. പ്രിയപ്പെട്ടവരെ, അവസരമാണ്, അവസരത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അറഅയ്ത അലിംത ലൈലത്തുൽ ഖദർ, എനിക്ക് ലൈലത്തുൽ ഖദർ ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ആയിഷ നീ പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, ആ വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നീ എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഈ പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ 10-ലേക്ക് പ്രവേശിക്കുമ്പോൾ
ഈ നന്മകളെല്ലാം നേടിയെടുക്കുവാൻ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് നിർബന്ധ ദാനമായ സകാത്ത് എന്നുള്ളത്. സമൂഹത്തിലെ ദുർബലരെയും അതുപോലെ തന്നെ ദരിദ്രരെയും ഇല്ലാതാക്കുവാൻ ഹിജ്റ 2-ാം വർഷമാണ് സകാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്. പലപ്പോഴും മറ്റുള്ള വിഷയങ്ങളിൽ ശ്രദ്ധ കാണിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും ശ്രദ്ധ കാണിക്കാറില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത്വീഉല്ലാഹ വ അത്വീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിങ്ങൾ അനുസരിക്കണം. രണ്ടാമതായി പറഞ്ഞത് അനിഷ്കുറുലി വലിവാലിദൈക്, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദി കാണിക്കണം. ഇതാണ് രണ്ടാമതായി പറഞ്ഞത്. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഖീമുസ്സലാത്ത വആതുസ് സകാത്ത്, നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം, സകാത്ത് കൊടുക്കണം. നമസ്കാരം നമ്മൾ നിർവഹിക്കലുണ്ട്, സകാത്ത് നമ്മൾ കൊടുക്കലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി കൊണ്ട് പഠിക്കാം. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തോടൊപ്പം പരിശുദ്ധ ഖുർആനിൽ 82 പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം സൂചിപ്പിച്ചത്. 82 പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തോടൊപ്പം വഅഖീമുസ്സലാത്ത് വആതുസ് സകാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ, അതിന്റെ ഗൗരവം എത്രയാണ്, അതിന്റെ ഗൗരവം എത്രയാണ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിസാബ് എത്തിക്കഴിഞ്ഞാൽ അഥവാ സകാത്ത് നിർബന്ധമാകുവാനുള്ള നിശ്ചിതമായ ആ തോതി എത്തിക്കഴിഞ്ഞാൽ, അതിനാണല്ലോ നിസാബ് എന്ന് പറയാ, അത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സകാത്ത് കൊടുക്കണം. പ്രധാനപ്പെട്ട സ്വർണവും വെള്ളിയും. സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 20 ദീനാരാണ്, അഥവാ 1.5 പവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 85 ഗ്രാം നമ്മുടെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ. അങ്ങനെ നമ്മൾ 1.5 പവൻ നമ്മുടെ അടുത്ത് സ്വർണമുണ്ട് എങ്കിൽ അതാണ് അതിന്റെ നിസാബ്. അതിൽ കൂടുതലുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ 2.5%, എത്രത്തോളം ഉണ്ടോ അതിന്റെ 2% നമ്മൾ എന്ത് ചെയ്യണം? സകാത്ത് കൊടുക്കണം. അത് നമ്മുടേതല്ല, അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ കൊടുക്കണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും അത് വിഷയം വരുമ്പോൾ നമുക്ക് എപ്പോഴും സംശയമാണ്, അത് ഞാൻ ഉപയോഗിക്കണമല്ലോ, അത് ഭാര്യ ഉപയോഗിക്കണല്ലേ, മകൾ ഉപയോഗിക്കണല്ലേ, അവിടെ ഒരു സംശയം വേണ്ട. ഇത്തരത്തിലുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? അതിന്റെ 2% നമ്മൾ അതിന്റെ അർഹരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. സ്വർണമായിട്ട് കൊടുക്കാം, പണമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെള്ളിയുടെ നിസാബ് എന്ന് പറഞ്ഞാൽ 595 ഗ്രാമാണ് അതിന്റെ നിസാബ് എന്നുള്ളത്. അതിന്റെ 2% കൊടുക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ ശമ്പളത്തിനും അതുപോലെ തന്നെ വാടക, അതൊക്കെ ഈ രൂപത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. അതൊക്കെ നമ്മൾ കൊടുക്കണം പ്രിയപ്പെട്ടവരെ. അത് നമ്മുടെ ധനമല്ല.
അത് നമ്മുടേതല്ല, അത് മറ്റുള്ളവരുടെ അവകാശമാണ്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് റബ്ബിനോട് നമസ്കരിക്കാത്തതിന്റെ പേരിൽ എത്രത്തോളം റബ്ബ് ചോദ്യം ചെയ്യുന്നുവോ അതിനേക്കാൾ ശക്തമായ ചോദ്യം പടച്ച റബ്ബിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ് പറയാണ് والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. നോക്കൂ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. ഹദീസിൽ പ്രത്യേകം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.